ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. ഡീസലിന് ലിറ്ററിന് ₹2.71 പെട്രോളിന് ₹2.61 കൂട്ടി. തിരുവനന്തപുരത്ത് ഡീസലിന് 104 പെട്രോളിന് 115 തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്ന പ്രധാനമന്ത്രി ഫലപ്രഖ്യാപനത്തിന് ശേഷം ജനങ്ങളുടെ പോക്കറ്റ് കീറിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. രണ്ടാഴ്ചക്കിടെ നാലാം തവണയാണ് കേന്ദ്രത്തിന്റെ പ്രഹരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ₹7 ജനങ്ങൾക്ക് അധിക ഭാരം ചുമത്തിയത്. ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചതോടെ രാജ്യതലസ്ഥാനത്തെ വില ₹95.20 എത്തി. പെട്രോളിന് ₹102 കടന്നു. മുംബൈ, കൊൽക്കത്ത അടക്കമുള്ള മെട്രോ നഗരങ്ങളിലും വിലയിൽ വലിയ മാറ്റം പ്രകടമാണ്. ₹115.50 തിരുവനന്തപുരത്തെ പെട്രോൾ വില. അതേസമയം ഡീസലിന് ₹100 കടന്നു. കൊച്ചിയിൽ ഡീസലിന് 102 മുകളിലെത്തി. കോഴിക്കോട് ₹102.73 ഡീസൽ വില. പെട്രോളിന് ₹113.80 കോഴിക്കോട്ടെ പുതുക്കിയ നിരക്ക്. ദിനംപ്രതിയുള്ള വില വർധനവിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന ആശങ്കയിലാണ് ജനം. ജീവിക്കണ്ടേ, നിവർത്തികേടല്ലേ, ജീവിക്കണം. അതിനനുസരിച്ച് നമുക്ക് സാലറി കൂടുന്നില്ലല്ലോ. ഡീസലിന് വില കൂടിക്കൊണ്ടേ ഇരിക്കാന്നല്ലാതെ വാടക കുറയല്ലാതെ കൂടില്ല. ഞങ്ങളെ വണ്ടിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വില കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനാണ് വണ്ടി കയറുന്നത്. അപ്പോൾ എത്ര പൈസ വെച്ച് കൂട്ടാൻ പറ്റും? അപ്പോൾ ഇതിനെന്തൊരു സ്റ്റോപ്പ് ഉണ്ടാക്കണത്. വില വർദ്ധിപ്പിച്ചതിൽ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകുന്ന മോദി പൊതുജനങ്ങളുടെ പോക്കറ്റിൽ ആക്രമണം നടത്തുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മുതലാളിമാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ പോക്കറ്റ് കീറുകയാണെന്ന് കോൺഗ്രസും വിമർശിച്ചു. മീഡിയ 1, ഡൽഹി.